ഫൈനലി ലാലേട്ടൻ തന്നെ എന്തായാലും ഇക്കാര്യത്തിൽ എന്തായാലും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു വട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് തനിക്ക് വന്നൊരു ഓഫറാണ്. ഒരുപാട് കോടികൾ അടക്കം ഓഫർ പോകുന്നതാണ്. പക്ഷെ താൻ പല കാരണങ്ങൾ കൊണ്ട് എന്തായാലും വേണ്ടാന്ന് വെക്കുകയായിരുന്നു ബിഗ് ബോസിലേക്കുള്ള ഒരു ഓഫർ എന്നൊക്കെ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ തുടങ്ങിയുള്ള ഒരു കമ്പാരിസൺ ആണ് മമ്മൂക്ക വന്നിരുന്നെങ്കിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നാൽ അല്ലെങ്കിൽ എന്തോരം മാസായി മാറിയേനെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഫാൻസ് ഒക്കെ തന്നെ ഒരുപാട് ഇത്തരത്തിൽ കമ്പാരിസണും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നിരുന്നെങ്കിലും ഇത്തരത്തിൽ മാറിയാനെ എന്നൊക്കെ നമ്മൾ ഒരുപാടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ ഒരു 7 വർഷങ്ങളിലധികം കഴിഞ്ഞല്ലോ. ഇത്തരത്തിൽ ഒരുപാട് കമ്പാരിസൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആയിക്കോട്ടെ, നാഗാർജുന, അതുപോലെ തന്നെ തമിഴിൽ നിന്ന് വിജയ് സേതുപതി അടക്കം ഒരു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്തായാലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, തന്റെ അടുത്ത് തന്നെ നേരിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, ആ ഒരു ആക്ടിംഗ് ലൈഫുമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പോയാൽ പോലും ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ലേ പുറത്തുണ്ടാക്കുന്നത്, ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ഒരു ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ലാലേട്ടൻ ഈ ഷോയിൽ നിന്ന് എന്താണ് പിന്മാറാത്ത, അല്ലെങ്കിൽ ലാലേട്ടൻ ഈ ഷോയിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്നൊക്കെ എന്തായാലും ഈ ഒരു സമയത്ത് നിന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും അല്ലെങ്കിൽ നമ്മളുടെ കുറവുകളും മറ്റൊക്കെ മനസ്സിലാക്കാനും നമ്മൾ ഒരുപാട് റിഫൈൻ ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന ഒരു ഷോ ആയിട്ടാണ് ഞാൻ എന്തായാലും ബിഗ് ബോസ് ഷോയിനെ എന്തായാലും കാണുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത്. അതായത് അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളെയും അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ പോകുന്ന തന്നെ അടക്കം ഒരുപാട് റിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ വരെ ഒരുപാട് ചിന്തിപ്പിക്കാൻ, ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും എല്ലാം കാരണമാക്കുന്ന ഒരു ഷോ ആയിട്ട് തന്നെയാണ് എന്തായാലും ഈ ഷോയെ താൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഷോയിൽ വീണ്ടും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ എന്തായാലും ലാലേട്ടൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എന്തായാലും പറയുന്നുണ്ട്. തമിഴ് ബിഗ് ബോസിൽ നിന്നാലും കമലഹാസൻ പിന്മാറുകയും അതിനുശേഷം വിജയ് സേതുപതി ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നതും എല്ലാം നമ്മൾ കണ്ടത്. പക്ഷേ ഈ മലയാളത്തിനകത്ത് അത്തരത്തിലൊരു സാധ്യത ഉണ്ട് എന്നെന്തായാലും എനിക്ക് തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ ഇതിനെ വളരെയധികം പോസിറ്റീവായിട്ട് കാണുകയും വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പേഴ്സണലി എനിക്ക് എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ലാലേട്ടന് പകരം വേറെ ആരും ബിഗ് ബോസ് ഹൗസ് മലയാളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ എന്തായാലും പ്രത്യക്ഷമായിട്ട് ഇപ്പൊ എന്തായാലും കാണുന്നില്ല. പിന്നെ ഈ ഷോയിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്, അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളോട് നമ്മൾ വളരെയധികം ഇമോഷണലി കണക്ട് ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഈ മത്സരാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പല നീക്കങ്ങളെ പോലും ഇത്തരത്തിൽ ലാലേട്ടൻ വന്നിട്ട് ചീത്ത പറയുന്ന സമയത്തൊക്കെ ലാലേട്ടനെതിരെ പോലും ഒരുപാട് ഹെയ്റ്റ് വരുന്നത് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതൊരിക്കലും ലാലേട്ടൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് തോന്നുന്നു വിളിച്ച് പറയുന്നത് കാര്യങ്ങളൊന്നുമല്ല. അവിടുന്ന് ഒരു ബിഗ് ബോസിന്റെ ടീം കൊടുക്കുന്ന കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ലാലേട്ടന്റെ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ലാലേട്ടൻ എന്തായാലും ചെയ്യുന്നത്. അതുകൊണ്ട് ലാലേട്ടനെതിരെയുള്ള ഒരു ഹെയ്റ്റ് കുറച്ച് കുറക്കുന്നതാണ് നല്ലത് എന്ന് തന്നെ എനിക്ക് എന്തായാലും പറയാനുള്ളൂ. പക്ഷേ ഈ ഒരു സീസൺ 7 അങ്ങനെ ലാലേട്ടനെതിരെ അത്തരത്തിൽ ഒരുപാട് ഹെയ്റ്റ് വരുന്ന ഒരു മൂവ്മെന്റ്സോ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. അപ്പൊ എന്തായാലും നിലവിൽ ഇപ്പം മലയാളത്തിലുള്ളതിനകത്ത് ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരു TV ഷോ ഏതാണ് അല്ലെങ്കിൽ ഒരു TV റിയാലിറ്റി ഷോ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു എങ്ങനെയാണ് ആ ഒരു ഗെയിം പോകുന്നത്, ആ ഒരു ഷോയുടെ റിതം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് അവതരിപ്പിക്കുന്ന അതിന്റെ ഒരു പ്രധാന മുഖമായിട്ട് നിൽക്കുന്ന ലാലേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ ചെറുതൊന്നുമല്ല. അപ്പൊ എന്നാലും ബിഗ് ബോസ് ഷോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അതുപോലെ നിങ്ങൾ ഇതുവരെയുള്ള സീസണിനകത്ത് വെച്ച് ഏറ്റവും മികച്ചതായി നിങ്ങൾക്ക് തോന്നിയ ഒരു മത്സരാർത്ഥി ആരാണെന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.